ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുടെ പുസ്തകമായ പീസ് ബി വിത്ത് യുമായി വേർഡ്സ് ടു ദ ചർച്ച് ആൻഡ് ദ വേൾഡ് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങി. ഹാർപ്പർ വൺ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മുതൽ വിവിധ അവസരങ്ങളിൽ പാപ്പ നൽകിയ പ്രധാന സന്ദേശങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സംഗ്രഹമാണ്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് പാപ്പ ആദ്യം പറഞ്ഞ സമാധാനം നിങ്ങളോടുകൂടി എന്ന വാക്കുകളെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ പുസ്തകത്തിന് ആമുഖം നൽകിയിരിക്കുന്നത്. സമാധാനം എന്നത് കേവലം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അത് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യജീവന്റെ മഹത്വവും അക്ഷയമായ പരിശുദ്ധതയും ലോകസമൂഹത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 25 വരെ 30 ഡേയ്സ് ഫോർ ലൈഫ് എന്ന ആഗോള ജീവൻ മാസം ആചരിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ രൂപതകൾ, ഇടവകകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ, സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ പ്രാർത്ഥന, ബോധവൽക്കരണം, കരുതൽ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിതമായി നടപ്പിലാക്കുമെന്ന് ചെയർമാൻ സാബു ജോസ് അറിയിച്ചു. ജീവന്റെ സംരക്ഷണം സമഗ്ര മേഖലയിലും സമ്പൂർണ്ണ സമർപ്പണത്തോടെ എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. മാർച്ച് 25-ന് പ്രോ ലൈഫ് ദിനാചരണത്തിന്റെ ഭാഗമായി ജീവൻ റാലി, സാക്ഷ്യം പങ്കിടൽ, പൊതുസമ്മേളനം എന്നിവ നടക്കും. ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിൽ സ്വകാര്യ വസതിയിൽ പ്രാർത്ഥനായോഗം നടത്തുന്നതിനിടെ മലയാളി പാസ്റ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയും നിലവിൽ പട്നയിൽ താമസക്കാരനുമായ ജോസ് തോമസിനെയാണ് മതപരിവർത്തന നിരോധന നിയമപ്രകാരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 22 ഞായറാഴ്ച ബലിയിൽ സിക്കന്ദർപൂർ മേഖലയിലുള്ള ഒരു വസതിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി വിശ്വാസികൾ ഒത്തുചേർന്നപ്പോഴാണ് പോലീസ് നടപടിയുണ്ടായത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വസതിയിൽ നിന്ന് 124 ബൈബിളുകളും മറ്റു മതഗ്രന്ഥങ്ങളും, സൗണ്ട് സിസ്റ്റം, മൈക്രോഫോണുകൾ എന്നിവ പോലീസ് കണ്ടുകെട്ടി. മതപരിവർത്തന നിയമം ദുരുപയോഗം ചെയ്ത് പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചു. വിശ്വാസവും വിനോദവും കോർത്തിണക്കി ആഗോള ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്ത ആനിമേറ്റഡ് മ്യൂസിക്കൽ ചിത്രം ഡേവിഡ് കൂടുതൽ രാജ്യങ്ങളിലേക്ക്. അമേരിക്കയിൽ മികച്ച പ്രതികരണം നേടിയതിനു പിന്നാലെ മാർച്ച് 12 മുതൽ ചിത്രം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രദർശനത്തിനെത്തും. സൗണ്ട് ഓഫ് ഫ്രീഡം, ദി ചോസൻ എന്നീ ഹിറ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഏഞ്ചൽ സ്റ്റുഡിയോസും ചേർന്നാണ് ഈ ബ്രഹ്മാണ്ഡ ആനിമേഷൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ $83 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം അമേരിക്കയിൽ ഒരു വിശ്വാസാധിഷ്ഠിത ആനിമേറ്റഡ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്ന റെക്കോർഡും സ്വന്തമാക്കി. വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങൾ സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച ബ്രെയിൻ ഡാവിസ് വ്യക്തമാക്കി. ദൈവത്തെ സ്നേഹിക്കുകയും അവനെ ഹൃദയപൂർവ്വം തേടുകയും ചെയ്യുന്ന ഒരാൾക്ക് നിരീശ്വരവാദിയായിരിക്കാൻ സാധിക്കില്ല എന്ന് ലിയോ 14 പാപ്പ. സ്വയം നിരീശ്വരവാദിയായി കരുതുകയും എന്നാൽ ദൈവത്തെ തേടുകയും അവിടുത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കത്തിന് വിശുദ്ധ പത്രോസിന്റെ ചത്തുരം എന്ന മാസികയുടെ ഫെബ്രുവരി ലക്കത്തിലൂടെ മറുപടി നൽകവെയാണ് ഒരേ സമയം ദൈവത്തെ തേടുവാനും സ്നേഹിക്കുവാനും അതേസമയം നിരീശ്വരവാദിയായിരിക്കുവാനും സാധിക്കില്ല എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചത്. നാം എല്ലാവരും സ്നേഹത്തിനായി ദാഹിക്കുന്നവരും ദൈവത്തെ തേടുന്നവരാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.